തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സി ജോസഫ് വിജയും പ്രതിപക്ഷമായ DMK-യും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി DMK MP കനിമൊഴി കരുണാനിധി രംഗത്തെത്തി. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസ് നിലവിൽ അന്വേഷണത്തിലിരിക്കുകയാണെന്നും ഉത്തരവാദിത്ത ബോധത്തോടെ വേണം മുഖ്യമന്ത്രി സംസാരിക്കുമെന്നും DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി കരുണാനിധി വ്യക്തമാക്കി. കോടതിയുടെയും CBIയുടെയും പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്ന് അവർ ഓർമ്മിപ്പിച്ചു. ദുരന്ത സമയത്ത് ജനങ്ങളെ തനിച്ചാക്കി ഒളിച്ചോടിയത് ആരാണെന്നും ആ സമയത്ത് അവർക്കൊപ്പം നിന്ന് സഹായിച്ചത് ആരാണെന്നും ജനങ്ങൾക്ക് നന്നായി അറിയാമെന്ന് കനിമൊഴി തുറന്നടിച്ചു. எல்லாருமே அவங்களுக்கு இருக்கக்கூடிய ரெஸ்பான்சிபிலிட்டின்னு ஒன்று இருக்கு, அதை புரிந்து கொள்ள வேண்டும். நான் அதை பத்தி அதிகமாக சொல்ல விரும்பல, ஏன்னா விசாரணையில இருக்கக்கூடிய ஒரு விஷயம். அதை பத்தி நான் அட்லீஸ்ட் நானாவது ரெஸ்பான்சிபிளா பேசாம இருக்கிறது சரியா இருக்கும்னு நினைக்கிறேன். ஆனா அந்த நேரத்துல கூட மக்களோடு நின்றவர்கள் யார், மக்களுக்கு உதவி செய்தவர்கள் யார், மக்களை தவிக்க விட்டுவிட்டு அங்கிருந்து ஓடி போனவர்கள் யாருன்னு மக்களுக்கு நல்லா தெரியும். ദുരന്തം നടന്ന സമയത്ത് വിജയ് സ്ഥലം വിട്ടതാണെന്ന് DMK ആരോപിക്കുന്നത്. അന്ന് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ് ജനങ്ങളെ രക്ഷിക്കാനും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനും മുന്നിൽ നിന്നതെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കരൂർ സന്ദർശനത്തിനിടെ പ്രതിപക്ഷ പാർട്ടികൾ തനിക്കെതിരെ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി വിജയ് ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കനിമൊഴി MP ശക്തമായ ഭാഷയിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 99.